കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് വരയിലെ കഥ. ഒരു മേശയുടെ മൂലയിൽ ലിഖിത് എന്ന പേനയും വിസ്മയ എന്ന കടലാസും ഇരിക്കുന്നുണ്ടായിരുന്നു. വിസ്മയ, ലിഖിത് ഉറക്കെ വിളിച്ചു. ഇന്ന് നമുക്ക് എന്ത് കഥ എഴുതണം? വിസ്മയ അല്പം മടിച്ചു. എനിക്ക് പേടിയാണ് ലിഖിത്തെ. ഞാൻ ഇപ്പോൾ ഒഴിഞ്ഞൊരിടമാണ്. എനിക്ക് തെറ്റ് പറ്റുമോ? ലിഖിത് സ്നേഹത്തോടെ ചിരിച്ചു. ഒരു ചെറിയ തുടക്കം മതി. തെറ്റുകൾ പുതിയ വഴികളാണ്. നമുക്ക് ആദ്യം ഒരു യാത്ര പോകാം. എവിടേക്കാണ് യാത്ര? വിസ്മയ കണ്ണുകൾ അടച്ച് ആലോചിച്ചു. ഒരു കടൽ യാത്ര, തിരമാലകളും ഒരു കൊച്ചു വഞ്ചിയും. അങ്ങനെയാവട്ടെ, ലിഖിത് സമ്മതിച്ചു. ആദ്യം ഒരു കൊച്ചു വഞ്ചി പിറന്നു. ഒരൊറ്റ വരയിൽ, തുഴകളില്ലാത്ത, പായകളില്ലാത്ത ഒരു കുഞ്ഞൻ വഞ്ചി. പിന്നെ തിരമാലകൾ വന്നു. 1, 2, 3. നീലമഷിപ്പരപ്പിൽ അവ വഞ്ചിയെ ഉലച്ചു. വഞ്ചി ഇപ്പോൾ പേടിയില്ലാതെ ചിരിക്കുന്നുണ്ടായിരുന്നു. സൂര്യനെ വേണം, കഥകൾക്കെന്നും വെളിച്ചം വേണം, ലിഖിത് പറഞ്ഞു. പിന്നെയോ ഒരു തുരുത്ത്, ശാന്തമായ ഒരു തുരുത്തിൽ അവർക്ക് വിശ്രമിക്കാം. ലിഖിത് വേഗത്തിൽ ഒരു തെങ്ങിൻ തോട്ടം വരച്ചു. കഥ പൂർത്തിയായി. കടലാസ് നിറഞ്ഞു. വഞ്ചിത്തുരുത്തിലേക്കടുക്കുന്നു. തിരമാലകൾ താരാട്ട് പാടുന്നു. എന്തൊരു ഭംഗിയുള്ള യാത്ര! വിസ്മയ സന്തോഷത്തോടെ പറഞ്ഞു. ഇനി നമുക്ക് നാളത്തെ കഥ എഴുതാം. പക്ഷേ ഇപ്പോൾ ഒരല്പം ഉറങ്ങട്ടെ. കൂട്ടുകാരെ, കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.